കോഴിയിറച്ചിയുടെ അമിത വിലയ്ക്ക് പരിഹാരം കാണുക, ഉപഭോക്താക്കൾക്ക് ഗുണനിലവാരമുള്ള കോഴിയിറച്ചി ലഭ്യമാക്കുക, കുടുംബശ്രീ അംഗങ്ങളായ കോഴി കർഷകർക്ക് ഒരു സ്ഥിര വരുമാനം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന സർക്കാർ പദ്ധതിയാണ് കേരള ചിക്കൻ. സാധാരണക്കാരായ സ്ത്രീകൾക്ക് അവരുടെ അറിവും കഴിവും ലഭ്യമായ വിഭവശേഷികളും ഉപയോഗപ്പെടുത്തി വിവിധ തൊഴിൽ രംഗങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തുകയും അതിലൂടെ സ്വന്തമായി വരുമാനം നേടാൻ പ്രാപ്തരാക്കുകയും ചെയ്ത കരുത്തുറ്റ സാരഥ്യമാണ് കുടുംബശ്രീയുടേത്. കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന ശ്രദ്ധേയമായ വരുമാനദായക പദ്ധതികളിലൊന്നാണ് കേരള ചിക്കൻ. പദ്ധതി നടപ്പാക്കുന്നതിനായി കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്ന പേരിൽ ഒരു പ്രൊഡ്യൂസർ കമ്പനിയും രൂപീകരിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഉപയോഗത്തിന്റെ പകുതിയെങ്കിലും ഉൽപ്പാദിപ്പിക്കുക എന്നതുകൂടി ലക്ഷ്യമിട്ട് 2019 കേരള ചിക്കൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായത്. മൃഗസംരക്ഷണ വകുപ്പ്, കെപ്കോ, ബി പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ എന്നിവയുമായി സഹകരിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളാണ് പദ്ധതി ഗുണഭോക്താക്കൾ. അയൽക്കൂട്ടങ്ങളിൽ നിന്നും കോഴി കൃഷിയിൽ താല്പര്യമുള്ള അംഗങ്ങളെ കണ്ടെത്തി അവർക്ക് മികച്ച പരിശീലനവും ആവശ്യമായ സാമ്പത്തിക പിന്തുണകളും നൽകിയ ശേഷം സംരംഭ മാതൃകയിലാണ് ബ്രോയിലർ ഫാമുകൾ ആരംഭിക്കുന്നത്. പദ്ധതി ഗുണഭോക്താക്കളുടെ ഫാമിന്റെ ശേഷി അനുസരിച്ച് വളർത്തുന്നതിനാവശ്യമായ കോഴിക്കുഞ്ഞുങ്ങളെ കെപ്കോയിൽ നിന്നും കുടുംബശ്രീ തിരഞ്ഞെടുത്ത ഏജൻസികൾ മുഖേനയും സൗജന്യമായാണ് നൽകുന്നത്. കൂടാതെ കോഴിക്കുഞ്ഞുങ്ങൾക്കാവശ്യമായ തീറ്റ, മരുന്ന് എന്നിവയും പദ്ധതി വഴി സൗജന്യമായി നൽകുന്നു. തുടർന്ന് 40-45 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ സംരംഭകരിൽ നിന്നും വാങ്ങി കുടുംബശ്രീയുടെ തന്നെ കേരള ചിക്കൻ ഔട്ട്ലെറ്റിലേക്ക് വിതരണം ചെയ്യും. കേരള ചിക്കൻ ഔട്ട്ലെറ്റുകളിൽ നിന്നും കോഴിയിറച്ചി വാങ്ങുന്ന ഒരു ഉപഭോക്താവിന് ഏത് ഫാമിൽ ഉൽപ്പാദിപ്പിച്ച കോഴിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ഫലപ്രദമായ മാർക്കറ്റിംഗ് ശൃംഖലയാണ് കുടുംബശ്രീ കേരള ചിക്കന്റേത്. കർഷകർക്ക് സംരംഭം വിജയിപ്പിക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനായി 100ഓളം ഫീൽഡ് തല ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന പിന്തുണാ സംവിധാനവും ഉൽപ്പാദന വിപണന രംഗത്തെ കൂടുതൽ ശക്തമാക്കുന്നു. പദ്ധതി വിപുലീകരിക്കുന്നതിനായി 4% പലിശ നിരക്കിൽ 1.5 ലക്ഷം രൂപ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടായും കുടുംബശ്രീ സംരംഭകർക്ക് നൽകുന്നുണ്ട്. കേരള ചിക്കൻ പദ്ധതി പ്രവർത്തനം ആരംഭിച്ച 6 വർഷം പിന്നിടുമ്പോൾ 11 ജില്ലകളിലായി 450 ബ്രോയിലർ ഫാമുകളും 139 കേരള ചിക്കൻ ഔട്ട്ലെറ്റുകളും സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കർഷകർക്ക് മികച്ച വരുമാന ലഭ്യത ഉറപ്പുവരുത്തുവാൻ കഴിയുന്നതാണ് കൂടുതലിടങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുവാൻ കുടുംബശ്രീക്ക് പ്രചോദനം നൽകുന്നത്. കോഴിയിറച്ചി വിപണനത്തിലൂടെ ഔട്ട്ലെറ്റ് ഗുണഭോക്താക്കൾക്ക് 89,000 രൂപ പ്രതിമാസ വരുമാനമായും ഫാം ഇന്റഗ്രേഷൻ വഴി 2 മാസത്തിലൊരിക്കൽ ശരാശരി 50,000 രൂപ കോഴി കർഷകർക്കും ലഭിക്കുന്നു. നാളിതുവരെ ഇന്റഗ്രേഷൻ വഴി കോഴി കർഷകർക്ക് 31.34 കോടി രൂപയും ഔട്ട്ലെറ്റ് ഗുണഭോക്താക്കൾക്ക് 45.40 കോടി രൂപയും വരുമാനമായി നൽകാൻ കുടുംബശ്രീക്ക് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട നേട്ടമാണ്. നിലവിൽ 700ഓളം കുടുംബങ്ങൾക്ക് സ്ഥിര വരുമാനം കണ്ടെത്താൻ കഴിയുന്ന വിധത്തിൽ ഒരു മികച്ച വരുമാനദായക പദ്ധതിയായി കുടുംബശ്രീ കേരള ചിക്കൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി നാളിതുവരെ കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി നേടിയെടുത്തത് 357 കോടി രൂപയുടെ വരുമാനമാണ് എന്നത് ഏറെ അഭിമാനകരമായ നേട്ടമാണ്. 2024-2025 സാമ്പത്തിക വർഷം മാത്രം 105.63 കോടി രൂപയുടെ വിറ്റുവരവാണ് കമ്പനി നേടിയത്. പദ്ധതി വഴി 1000 പേർക്ക് പ്രത്യക്ഷമായും 500 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുന്നു. പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങളും വളരെ ഊർജിതമാണ്. ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കി ഉൽപ്പാദകർക്കും ഉപഭോക്താക്കൾക്കും ഗുണകരമായ രീതിയിൽ കേരള ചിക്കന്റെ മാർക്കറ്റിംഗും ബ്രാൻഡിംഗും അടക്കമുള്ള മേഖലകളിലും കുടുംബശ്രീ ഏറെ മുന്നേറിക്കഴിഞ്ഞു. മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് കുടുംബശ്രീ കേരള ചിക്കൻ എന്ന ബ്രാൻഡിൽ ഫ്രോസൺ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നുണ്ട്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കഠിനംകുളത്തെ പൗൾട്രി പ്രോസസിംഗ് പ്ലാന്റ്, ആനേറയിലെ മിനി പൗൾട്രി പ്രോസസിംഗ് യൂണിറ്റ് എന്നിവയുടെ പ്രവർത്തനം പൂർണ്ണസജ്ജമാകുന്നതോടെ സംസ്കരിച്ച ശീതീകരിച്ച കോഴിയിറച്ചിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ആവശ്യാനുസരണം വിപണിയിലെത്തിക്കാൻ കഴിയുമെന്നതും പദ്ധതിക്ക് കരുത്തേകും. മീറ്റ് ഓൺ വീൽസ് എന്ന പേരിൽ മൊബൈൽ വിൽപ്പനശാലയും ആരംഭിക്കുന്നതിന് കുടുംബശ്രീ ലക്ഷ്യമിടുന്നു. ഇതിലൂടെ ഉപജീവന മേഖലയിൽ കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതി പുതിയ ഉയരങ്ങൾ കീഴടക്കുമെന്ന് പ്രതീക്ഷിക്കാം.